ക്ലിഫ് ഹൌസിലെ പ്രതിഷേധം ആശാ വർക്കേഴ്സ് അവസാനിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കിത്തരാമെന്ന് ഉറപ്പ് ലഭിച്ചതായി സമരസമിതി നേതാവ് വി.കെ. സദാനന്ദൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്ത 19 പേരെ വിട്ടയക്കുമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. DCP ആയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ഏറ്റവും ഉടനെ കഴിയുന്നത്ര നേരത്തെ തരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ മുഖ്യമന്ത്രി അടുത്ത ദിവസം പോകുന്ന എന്തോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് തരാം. ഞങ്ങളുടെ ഡെലിഗേഷൻ തരാം, പോയി കാണാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് 19 പേരുണ്ട്. അവരെ ഉടനെ റിലീസ് ചെയ്ത് തരാം. ഇപ്പം തന്നെ റിലീസ് ചെയ്ത് തരും. കേസെടുക്കാതെ തന്നെ റിലീസ് ചെയ്ത് തരും. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, മുഖ്യമന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലായിരുന്നു ആശാ വർക്കേഴ്സ്. ഇപ്പോൾ സമരം തൽക്കാലത്തേക്ക് അവർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൌസിന് മുന്നിലെ പ്രതിഷേധം, ഉറപ്പുകൾ എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? പ്രധാനമായി അവർ മുന്നോട്ട് വെച്ച 2 ഉറപ്പുകൾ, ആ ഉറപ്പുകൾക്ക് ഇപ്പോൾ ഒരു ഉറപ്പ് പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. പ്രധാനമായും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും 6 മണിക്കൂർ, രാവിലെ 11 മണിക്ക് ആരംഭിച്ച സമരം 7 മണിക്കൂറോളം നീണ്ടു. 7 മണിക്കൂറിന് ശേഷമാണ് ക്ലിഫ് ഹൗസിന് മുന്നിലെ ഈ സമരം അവസാനിച്ചിരിക്കുന്നത്. സമാനതകളില്ലാത്ത സമരം, ഒരുപക്ഷെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു ട്രേഡ് യൂണിയൻ നടത്തിയ സമരം ഇത്രയും ദീർഘമായി നീണ്ടുപോകുന്ന ചരിത്രം സമീപകാലത്തൊന്നും ഉണ്ടായില്ല. എന്തായാലും അവരുടെ ആവശ്യം അത് അവർ നേടിയെടുത്ത അല്പം മുൻപ് ഈ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ മുന്നിൽ നിന്ന് അവർ പിരിഞ്ഞു പോയിരിക്കുന്നു. എന്തായാലും ഈ ചർച്ചയുടെ സമയം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ചർച്ച എപ്പോൾ നടക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് 19 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഉടൻ വിട്ടയക്കും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇവർ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരപന്തലിലേക്ക് പോകും. അനുജ, ക്ലിഫ് ഹൌസിന് മുന്നിലെ സമരം ആശാ വർക്കേഴ്സ് അവസാനിപ്പിച്ചു. ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ പൂർണ്ണകുംഭം നൽകിയാണ് ശബരിമല തന്ത്രി സ്വീകരിച്ചത്. ദർശനത്തിനു ശേഷം രാഷ്ട്രപതി തിരുവനന്തപുരത്തെത്തി. പമ്പാ സ്നാനം നടത്തി കെട്ടുനിറച്ച് ശബരിമല സന്നിധാനത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അയ്യപ്പ ദർശനം. ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിലായിരുന്നു ശബരിമല യാത്ര. ഇരുമുടിയേന്തി 18ാം പടി ചവിട്ടി സന്നിധാനത്ത് രാഷ്ട്രപതിയെ ക്ഷേത്രം തന്ത്രി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പനെ കണ്ണിറയെ കണ്ടു തൊഴുതു. കനത്ത സുരക്ഷയിലായിരുന്നു രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം. മാളികപ്പുറത്തും വാവരുനടയിലും രാഷ്ട്രപതി ദർശനം നടത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നിശ്ചയിച്ചതിലും നേരത്തെ രാഷ്ട്രപതി സന്നിധാനത്ത് നിന്നും മടങ്ങി. 24 പത്തനംതിട്ട. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല യാത്രയിൽ വൻ വീഴ്ച. രാവിലെ പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതിയുമായി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നു. സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് H മാർക്കിന് പിന്നിലാണെന്ന് ജില്ലാ കളക്ടറും പ്രതികരിച്ചു. രാവിലെ 8:30യോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ഹെലികോപ്റ്റർ പത്തനംതിട്ട പ്രമാടം ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഇന്നലെ കോൺക്രീറ്റ് ചെയ്ത ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ താഴ്ന്നു. പോലീസ്, അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഹെലികോപ്റ്റർ തള്ളിമാറ്റി. നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു മുൻ തീരുമാനം. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇത് പ്രമാടത്തേക്ക് മാറ്റുകയായിരുന്നു. വീഴ്ച പറ്റിയിട്ടില്ലെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ. അവിടെ ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. ഒരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് പത്തനംതിട്ട MP ആന്റോ ആന്റണി. രാഷ്ട്രപതിയുടെ പര്യടനവും യാത്രകളുടെയൊക്കെ സിസ്റ്റം മാനേജ് ചെയ്യുന്നത്, സെക്യൂരിറ്റി മാനേജ് ചെയ്യുന്നത് അതൊന്നും അങ്ങനെയല്ല. അപ്പോൾ അതിലൊരു പ്ലാൻ B തയ്യാറാക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു വീഴ്ചയാണ്. വാർത്തകൾക്ക് പിന്നാലെ ഹെലിപാഡിന്റെ പരിസരത്ത് മാധ്യമങ്ങൾക്ക് പോലീസ് വിലക്ക് ഏർപ്പെടുത്തി. സുരക്ഷാ വീഴ്ചയില്ലെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം.
24 പത്തനംതിട്ട. സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച SIT. രണ്ടാം പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യും. അതേസമയം നടപടിക്രമങ്ങൾ പാലിച്ചാണ് 2025 സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിക്കും. 24 എക്സ്ക്ലൂസീവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങാതെ ക്രിമിനൽ ഗൂഢാലോചന സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോടതി നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്കും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഭാരവാഹികളുടെയും പങ്കന്വേഷിക്കാനാണ് SITയുടെ തീരുമാനം. 2 കേസുകളിലെയും പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്ത് വിട്ടയച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തും. കസ്റ്റഡി കാലാവധി ഒക്ടോബർ 30 കഴിയും മുൻപേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തേക്ക് തെളിവെടുപ്പിന് പോകാനാണ് ആലോചന. കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ സമീപിക്കും. 2025 ദേവസ്വം ബോർഡിനെതിരായ കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന തരത്തിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ബോർഡിന്റെ വാദം. രേഖകൾ നിരത്തി കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയിൽ ഒപ്പിടാനുള്ള നീക്കത്തിൽ മന്ത്രിസഭായോഗത്തിൽ ആശങ്കയറിയിച്ച് CPI മന്ത്രിമാർ. പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ കാണുന്നുവെന്നും ചർച്ചയില്ലാതെ തീരുമാനമെടുക്കുന്നതിൽ ആശങ്കയുണ്ട് എന്നുമാണ് CPI മന്ത്രിമാർ അറിയിച്ചത്. PM ശ്രീ പദ്ധതി കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ വിവാദത്തിൽ ഭരണമുന്നണിയിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നതയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗം. വിവാദ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അജണ്ടയ്ക്കപ്പുറത്തുള്ള വിഷയമായി വന്നാൽ എതിർപ്പുന്നയിക്കാൻ ഉറച്ചായിരുന്നു CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തിയത്. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം വന്നില്ലെങ്കിലും CPI മന്ത്രിമാർ സ്വമേധയാ വിവാദ വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നതായി മാധ്യമങ്ങൾ വാർത്ത കാണുന്നു. ഇത് സംബന്ധിച്ച് മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഏകപക്ഷീയമായി പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള നീക്കത്തിൽ ആശങ്കയുണ്ടെന്നും CPI മന്ത്രിമാരായ K രാജനും P പ്രസാദും മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചു. CPI മന്ത്രിമാർ ആശങ്ക അറിയിച്ചിട്ടും മുഖ്യമന്ത്രിയോ CPI മന്ത്രിമാരോ പ്രതികരിച്ചില്ല. മന്ത്രിസഭയിൽ CPI മന്ത്രിമാർ ഉയർത്തിയ എതിർപ്പിനെക്കുറിച്ച് പ്രതികരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി വിസമ്മതിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ കാര്യങ്ങളിലെ മുഖ്യമന്ത്രി പറയും വളരെ ഐക്യത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകും. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ലെന്ന് ബിനോയ് വിശ്വവും പ്രഖ്യാപിച്ചു. ഇന്ന് നടന്ന CPI നേതൃയോഗങ്ങളിലും PM ശ്രീ വിവാദം ചർച്ചയായിട്ടുണ്ട്. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സംഘർഷത്തിൽ 400ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആക്രമണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നാണ് ഫ്രഷ് കട്ട് ഉടമകളുടെ ആരോപണം. കട്ടിപ്പാറ സംഘർഷത്തിൽ ബാഹ്യ ഇടപെടലുകൾ ശരിവെച്ച് മന്ത്രി MP രാജേഷും രംഗത്തെത്തി. ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ DYFI നേതാവ് T മെഹറൂഫ് ഉൾപ്പെടെ 400ഓളം പേർക്കെതിരെയാണ് താമരശ്ശേരി പോലീസ് കേസെടുത്തത്. വധശ്രമം, കലാപം, വഴിതടയൽ, അന്യായമായ സംഘം ചേരൽ, പോലീസ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കാൻ ഇന്നലെ രാത്രി മുതൽ വീടുകളിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ പോലീസിനെ വളഞ്ഞിട്ട് പ്രതിഷേധക്കാർ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതിഷേധത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് ഫ്രഷ് കട്ട് ഉടമ സുജീഷ് 24നോട് പറഞ്ഞു. പുറത്തുനിന്നുള്ള ഒരാളുടെ ഇതുണ്ടായിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 100%. ഇതിന് മുമ്പ് 1-2 അല്ലെങ്കിൽ ഒരു 3-4 പ്രൊട്ടസ്റ്റുകൾ വന്നിട്ട് എല്ലാം സമാധാനപരമായിരുന്നു. സംഘർഷമുണ്ടാക്കിയത് സ്ത്രീകളെയും കുട്ടികളെയും മറയാക്കിയെന്ന് മന്ത്രി MP രാജേഷ്. ആ ഛിദ്രശക്തികൾ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ മറയാക്കി നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത അക്രമമാണത്. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച കോടഞ്ചേരി, ഓമശ്ശേരി, കട്ടിപ്പാറ എന്നിവിടങ്ങളിലെ ചില വാർഡുകളിലും കൊടുവള്ളി നഗരസഭയിലെ വിവിധ വാർഡുകളിലും സമരസമിതി ഹർത്താലിന് ആഹ്വാനം നൽകിയിരുന്നു. പുറത്തു നിന്നുള്ളവർ ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ഈ ജനകീയ സമരത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇനി എങ്ങനെയായിരിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം കട്ടിപ്പാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. ഗതികേട് കൊണ്ടാണ് ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ പ്രതിഷേധത്തിനിറങ്ങിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ദുർഗന്ധത്തെ തുടർന്ന് വീടുകളിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നുമാണ് പ്രതികരണം. സംഘർഷം സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് UDF ആവശ്യം. അക്രമം നടത്തിയത് സമരസമിതി പ്രവർത്തകർ അല്ലെന്നാണ് CPIM നേതൃത്വത്തിന്റെ പ്രതികരണം. എന്തുകൊണ്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ പ്രതിഷേധത്തിനിറങ്ങിയെന്ന് വിശദീകരിക്കുകയാണ് പ്രദേശവാസികൾ. ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ മിനി ആശുപത്രി സംവിധാനമാണ് ഓരോ വീട്ടിലും ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഇത് ഉണ്ടായതിനു ശേഷം ജനിച്ച മക്കളൊന്നും നല്ല ശ്വാസം വരെ ശ്വസിച്ചിട്ടില്ല. എല്ലാ മക്കൾക്കും അലർജി തന്നെയാണ്. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. സ്മെല്ലാണിത്.
പ്രതിഷേധം സംഘർഷത്തിലേക്ക് മാറുന്നതിനു പിന്നിൽ ആരോ പ്രവർത്തിച്ചെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്നലെയുണ്ടായ സംഭവം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സംഘർഷത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്നാണ് CPIMന്റെ സംശയം. പോലീസിന് വീഴ്ച ഉണ്ടായോ എന്നു പരിശോധിക്കണമെന്നും നേതാക്കൾ. ഈ സമരത്തിന്റെ മറവിൽ അക്രമം സംഘടിപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ രൂപത്തേക്കുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നോ എന്നും സംബന്ധിച്ചല്ല സമഗ്രമായ രൂപത്തേക്ക് പരിശോധന നടത്തണം. സ്ഥിതി വഷളാക്കിയത് ജില്ലാ ഭരണകൂടത്തിന്റെയും സ്ഥാപന അധികാരികളുടെയും നിലപാടാണെന്ന് MK രാഘവൻ MP കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിൽ സജീവമാകുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നസ്വരം. KC വേണുഗോപാൽ സജീവമാകുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളോട് ഇന്ന് റെഡ് അലേർട്ടാണ് എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിചിത്ര മറുപടിയാണ് ഭിന്നത വെളിവാക്കിയത്. PM ശ്രീ പദ്ധതിയിലും ഇരു നേതാക്കൾക്കും വ്യത്യസ്ത സമീപനമായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച മത്സരം ഒന്നടങ്ങിയ ഘട്ടത്തിലാണ് KC വേണുഗോപാലിന്റെ സജീവ സാന്നിധ്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിൽ വീണ്ടും ചർച്ചകൾക്ക് തിരികൊളുത്തുന്നത്. അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുന്ന വിധത്തിൽ വ്യക്തതയുള്ള മറുപടിയാണ് KC വേണുഗോപാലിൽ നിന്ന് ഇന്ന് ഉണ്ടായത്. ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും, പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടില്ല സജീവത്വമല്ല. KC വേണുഗോപാൽ സജീവമാകുന്നതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി വ്യാഖ്യാനങ്ങൾക്ക് പാകത്തിലുള്ളതായിരുന്നു. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ് ഇന്ന് നല്ല റെഡ് അലർട്ടാന്ന് പറയുന്നത് അല്ലേ. നോക്കണം, മഴ പെയ്യുമെന്ന്. രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചരണം നടത്താൻ പാകത്തുള്ളതാണ് സതീശന്റെ മറുപടി എന്ന് മനസ്സിലാക്കി നേതാക്കൾ KCയെ പിന്തുണച്ച് രംഗത്തെത്തി. KC വേണുഗോപാൽ എക്സാമ്പിൾ, നമ്മുടെ അഖിലേന്ത്യാ ഭാരവാഹികൾ നേരത്തെയും അങ്ങനെയായിരുന്നു. ഉമ്മൻചാണ്ടി AICC സെക്രട്ടറി ആയിരുന്നില്ലേ, അദ്ദേഹം കേരളത്തിൽ സജീവമായിരുന്നില്ലേ. PMC പദ്ധതി സംബന്ധിച്ച പ്രതികരണത്തിലും KC വേണുഗോപാലും VD സതീശനും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. BJP CPM ഡീലിന്റെ ഓരോ ഘടകങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് കണ്ടാൽ മതി. ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ ഭിന്നസ്വരമുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആശങ്കയുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ വലിയ ഇടിവുണ്ടായി. വാർത്തയിലേക്കാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. This is 24.
You are watching 24 from Flowers Group. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവുണ്ടായി. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് മാത്രം 2 തവണകളായി കുറഞ്ഞത് പവന് 3440 രൂപയാണ്. ഇന്ന് രാവിലെ 2480 രൂപ കുറഞ്ഞ് പവന്റെ വില 93,280 രൂപയിലെത്തിയിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കുറഞ്ഞു. പവന് 960 രൂപ കുറഞ്ഞ് 92,320 രൂപയാണ് നിലവിലെ സ്വർണ്ണവില. ഗ്രാമിന് 120 രൂപ താഴ്ന്ന് 11,540 രൂപയായി. രാജ്യാന്തര തലത്തിൽ നിക്ഷേപകർ വൻ ലാഭമെടുത്ത് വ്യാപകമായി സ്വർണം വിറ്റഴിച്ചതാണ് കേരളത്തിലും വില കുറയാൻ കാരണമായത്. ഒറ്റ ദിവസം ഇത്രയും വില കുറയുന്നത് സമീപകാലത്ത് ഇതാദ്യമായാണ്. വെള്ളി വിലയിലും ഇടിവ് നേരിട്ടു. സ്വർണ്ണവില കനത്ത ചാഞ്ചാട്ടം നേരിടാനാണ് സാധ്യത എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം രൂക്ഷം. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ 19 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് മണ്ണാർക്കാട് തെരുവുനായ ആക്രമണത്തിൽ നിന്ന് കുട്ടി തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കോഴിക്കോട് നാദാപുരം കല്ലാച്ചിയിൽ തെരുവുനായയുടെ പരാക്രമത്തിൽ 19 പേർക്കാണ് കടിയേറ്റത്. കല്ലാച്ചി വാണിമേൽ റോഡിലെ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് അതിഥി തൊഴിലാളി ഉൾപ്പെടെ 5 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത്. കല്ലാച്ചിയിലും പരിസര പ്രദേശത്തുമായി ഇന്നലെ ആകെ 16 പേർക്ക് കടിയേറ്റു. ഇന്ന് രാവിലെയും ആക്രമണം തുടർന്നു. 3 പേരെയാണ് പരിക്കുകളോടെ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒടുവിൽ നാട്ടുകാർ ചേർന്ന് തെരുവുനായയെ കൊന്നുകളയുകയായിരുന്നു. മണ്ണാർക്കാട് കോടതിപ്പടി ചോമേരി ഗാർഡൻ റെസിഡൻസിയിലാണ് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി കുട്ടിയുടെ പിറകെ തെരുവുനായകൾ പാഞ്ഞെടുത്തത്. തലനാരിഴയ്ക്ക് കുട്ടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പ്രദേശവാസി നായയെ ഓടിച്ചു വിട്ടതോടെയാണ് കുട്ടി രക്ഷപ്പെട്ടത്. പാലക്കാട് മേപ്പറമ്പ് മാപ്പിളക്കാട് 2ാം ക്ലാസ്സുകാരനും യുവതിക്കും തെരുവുനായയുടെ കടിയേറ്റു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം 24 പാലക്കാട്. ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സർക്കാരിനെ വെട്ടിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ തിരികെ നൽകി. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട് എന്നാണ് സൂചന. 24 ബ്രേക്കിംഗ്. സമരരംഗത്തുള്ള ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണക്കാർക്ക് ഒപ്പം ചേർന്ന് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് കാത്ത് ലാബിലും ICUവിലും സൂക്ഷിച്ചിരുന്ന സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ കൈമാറി. അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, എറണാകുളം ജനറൽ ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയെങ്കിലും അധികൃതർ ചർച്ച നടത്തി കമ്പനി പ്രതിനിധികളെ മടക്കി അയച്ചു. കടുത്ത നടപടികളിലേക്ക് പോയാൽ തുടർന്ന് സഹകരിക്കാനാകില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ നിലപാട്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അധീനതയിലുള്ള ഉപകരണങ്ങൾ കമ്പനിക്ക് വിട്ടു നൽകിയതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും അതൃപ്തരാണ്. ഉപകരണങ്ങൾ തിരിച്ചെടുത്ത് കാത്ത് ലാബിന് മുന്നിൽ വെച്ച് ഇത് വീഡിയോ ചിത്രീകരിക്കാൻ അവസരവും ആശുപത്രി അധികൃതർ ഒരുക്കി. സെപ്റ്റംബർ മുതൽ പുതിയ സ്റ്റോക്ക് വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതോടെ 4 ആശുപത്രികളിലെയും ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിലാണ്. മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. 159 കോടി രൂപയായിരുന്നു കുടിശ്ശിക. ഇതിൽ 30 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് സർക്കാർ നൽകിയത്. പരമാവധി കുടിശ്ശിക തീർത്ത് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. 24 തിരുവനന്തപുരം. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് തൃശൂരിൽ വ്യാപാരി ജീവനൊടുക്കിയെന്ന് കുടുംബം. ഗുരുവായൂർ സ്വദേശി മുസ്തഫയാണ് ഈ മാസം 10-ന് ആത്മഹത്യ ചെയ്തത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷത്തിലധികം രൂപയാണ് പലിശക്കാർക്ക് നൽകിയതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. പലിശക്കാരുടെ സംബന്ധം മൂലമുണ്ടായ പ്രശ്നം കാരണമാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗത്തു നിന്ന് പലപ്പോഴായിട്ട് ഉപ്പാനെ വിളിച്ച് ഭീഷണിപ്പെടുത്തലും കടയിലേക്ക് വരലും അവിടുന്ന് അവരുടെ കാര്യത്തിന് പൈസ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി. വ്യാപാര ആവശ്യങ്ങൾക്കായി പ്രദേശവാസിയായ പ്രഹ്ലേഷിൽ നിന്നും ദിവേഗിൽ നിന്നും മുസ്തഫ വാങ്ങിയത് 6 ലക്ഷം രൂപ. പലിശയും കൂട്ടുപലിശയുമായി 1.5 വർഷത്തിനിടെ കൊടുത്തു തീർത്തു 40 ലക്ഷത്തിലധികം. 20 ലക്ഷത്തോളം രൂപ വില വരുന്ന 5 സെന്റ് ഭൂമി വെറും 5 ലക്ഷം രൂപയ്ക്ക് പലിശക്കാർ എഴുതി വാങ്ങി. സ്വർണം വിറ്റ് നൽകിയ പണം വേറെ. 6 ലക്ഷം രൂപയാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൂടിയിട്ട് ഒരു 18 ലക്ഷം അങ്ങനെയൊക്കെ ആയിട്ടാണ് സ്വർണം കുറേ പലിശ ഒക്കെ കൊടുത്തു. മകളുടെ സ്വർണം, ബന്ധക്കാരെ സ്വർണം അങ്ങനെയൊക്കെ ആയിട്ട് പിടിച്ചിക്കാൻ പറ്റാണ്ടാണ് പിന്നെ ഈ സ്ഥലം എഴുതി കൊടുത്തത്. മുസ്തഫയെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടകൾ പണം കൃത്യസമയത്ത് നൽകാത്തതിന് ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിച്ചു. ഭീഷണി വേറെയും. പരാതി നൽകിയെങ്കിലും പോലീസിന് മെല്ലപ്പോക്കെന്നും കുടുംബം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടരുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 തൃശൂർ.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ. RJD നേതാവ് ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് എന്നിവരുമായി കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രശ്നങ്ങൾക്കുടൻ പരിഹാരമുണ്ടാകുമെന്നാണ് അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണം. സഖ്യത്തിലെ ഭിന്നത പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട് പട്നയിലെത്തിയത്. ലാലുവുമായും തേജസ്വിയുമായും കൂടിക്കാഴ്ച. നിലവിൽ 12 മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDA വിടുമെന്ന പപ്പു യാദവിന്റെ പരാമർശം അടിസ്ഥാനരഹിതമെന്ന രാഷ്ട്രീയ ലോക് മോർച്ച ഉപാധ്യക്ഷൻ അക്തർ നഹാൽ 24 പ്രതികരിച്ചു. पप्पू यादव कब क्या बोलेंगे, क्या करेंगे, कुछ समझ में नहीं आता. मिस्टर लालू यादव उसके बाद यादव के नेता बने और अब तो वो यादव के भी नेता नहीं, अब वो परिवार के नेता. വികസനവും ജനകീയ പദ്ധതിയും ഉയർത്തി NDA പ്രചരണം ശക്തമാക്കുകയാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ പരസ്പര മത്സരം ഒഴിവാക്കാൻ കഴിയുമോ എന്ന അവസാനഘട്ട ചർച്ചയിലാണ് മഹാസഖ്യത്തിലെ നേതാക്കൾ. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. കേരള സ്കൂൾ കായികമേള co-sponsored by Bima Jewels, Golden Super Surprise. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ ആധിപത്യം തുടരുന്നു. 600 പോയിന്റും കടന്നു കുതിക്കുകയാണ് തിരുവനന്തപുരം. നീന്തൽ മത്സരങ്ങളിലും തിരുവനന്തപുരത്തിന്റെ ആധിപത്യമാണ്. നാളെയാണ് അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത്. കേരള സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള പോരാട്ടത്തിൽ ബഹുദൂരം മുന്നിലാണ് നിലവിലെ ജേതാക്കളായിട്ടുള്ള തിരുവനന്തപുരം. അവരുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന മേളയിൽ കഴിഞ്ഞ തവണ നേടിയ 1953 എന്ന പോയിന്റിനേക്കാൾ ഉയരത്തിൽ 2000 പോയിന്റിൽ എത്തിക്കാൻ തന്നെയാണ് അവരുടെ പോരാട്ടം. ഒന്നാം ദിനത്തിൽ ആ ഒരു കുതിപ്പിന്റെ കാഴ്ച നമുക്ക് വ്യക്തമാവുന്നതാണ്. ഇതുവരെ 70 സ്വർണ്ണമടക്കം 626 പോയിന്റ് പിന്നിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം. അക്വാട്ടിക്സിലും ഒപ്പം തന്നെ ഇൻക്ലൂസീവ് വിഭാഗത്തിലടക്കം അത് ഈ മേളയിലെ പോയിന്റ് പട്ടികയിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നെങ്കിൽ പോലും ആ വിഭാഗത്തിലടക്കം തിരുവനന്തപുരത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണുന്നത്. ആദ്യ ദിനം നീന്തൽക്കുളത്തിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റമാണ് കണ്ടത്. 100-ലധികം പോയിന്റുകളാണ് നീന്തൽക്കുളത്തിൽ നിന്ന് തിരുവനന്തപുരം സ്വന്തമാക്കിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ആദ്യ റെക്കോർഡ് പിറന്നതും നീന്തൽക്കുളത്തിൽ നിന്ന് തന്നെ. സബ് ജൂനിയർ വിഭാഗം 50 മീറ്റർ ബട്ടർഫ്ലൈസിൽ തൃശൂർ സായിയുടെ അജിത് യാദവാണ് സ്വർണം സ്വന്തമാക്കിയത്. 27.99 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്താണ് അജിത് യാദവ് മീറ്റർ റെക്കോർഡും സ്വർണവും നേടിയത്. നേട്ടം ആവർത്തിക്കാൻ മലപ്പുറത്തിനാകുമോ അതോ എറണാകുളം ജില്ലയുടെ തിരിച്ചുവരവോ എന്നുള്ളത് നാളെ വ്യക്തമാകും. പാലക്കാടൻ കരുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചോർന്നു പോയിരുന്നു. ഇത്തവണ പാലക്കാടിന്റെ തിരിച്ചുവരവ് കാണാനാകുമോ എന്നതിനും ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ പോരാട്ടങ്ങൾ ഉത്തരം നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ടീം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.